ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കണുണ്ടല്ലേ, മൂത്തച്ഛൻ്റെ വീട്ടിലേക്കൊന്ന് വൈകുന്നേരം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതേനു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങോട്ടൊന്ന് പോവാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓന് ലിഫ്റ്റിക്കൊക്കെ എടുത്തൊന്ന് തോണ്ടി വെച്ചു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെയാണ് കേട്ടോ. രണ്ട് മൂത്തച്ഛന്മാരെ വീട് അടുത്തടുത്താണ്. അപ്പോൾ പോകുമ്പോൾ രണ്ടിടത്തൊന്ന് കയറാമെന്ന് കരുതി അങ്ങനെ പോയി. ആദ്യമൊക്കെ എപ്പോഴും പോകലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും പോവലില്ല. അപ്പം ഇന്നൊന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതേനു. അപ്പോൾ ആദ്യം ഒരു മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ താത്ത സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു. ഇവിടെ വല്ലാതെ നിന്നിട്ടില്ല, ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഓന് മൂത്തമാനെ കണ്ടപ്പോൾ ഓനൊന്ന് അകത്തേക്ക് കയറണം കേട്ടോ. അവിടെയൊക്കെ ചെന്നാൽ അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. അപ്പോൾ അതിനും വേണ്ടി കയറണം. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് താത്താനെയും കൂട്ടിക്കാണ്ട് ഞാൻ താഴത്തേക്കൊന്ന് പോയി. കുറേ ദിവസം കഴിയുമ്പോഴെങ്കിലും എല്ലായിടത്തും കൂടി ഒന്ന് പോയി വരണ്ടേന്ന് വിചാരിച്ച് ഇറങ്ങിയതേനു. ആദ്യമൊക്കെ എപ്പോഴെപ്പോഴും പോക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒന്നും ഇറങ്ങൂല, വല്ലപ്പോഴൊക്കെ ഒന്ന് ഇറങ്ങലുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ താത്താൻ്റെ കുറച്ച് ചെടികളും കുറച്ച് കൃഷികളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഓലെ വീട് നിൽക്കുന്നത്. എന്നാലും ഇത്രയും സാധനങ്ങൾ താത്ത ഉണ്ടാക്കിയപ്പോൾ അതൊരു വലിയൊരു സന്തോഷം തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ്. നമുക്ക് സ്ഥലം കുറവാണെന്ന് കരുതിക്കാണ്ട് പലരും കൃഷി ചെയ്യാൻ മടിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. എന്നെപ്പോലെ തന്നെ എനിക്കും ഭയങ്കര മടിയാണ്, ഞാനങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് എനിക്ക്. അപ്പോൾ ഞാൻ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ്. എന്നെപ്പോലെ മടിയുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് പോലും നമുക്ക് കൃഷി ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ തന്നെ നട്ട് നനച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു സംതൃപ്തി വേറെയാണ് കേട്ടോ. അത് മറ്റൊന്നിനും നമുക്കങ്ങനെ കിട്ടൂല. വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമെന്ന് മാത്രമല്ല കേട്ടോ ഇതിലുള്ളത്, മനസ്സിന് വലിയൊരു ഉന്മേഷം കൂടിയാണ് കേട്ടോ. കാക്കാൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടായി. അപ്പോൾ ഇനി സ്ഥലം കുറവാണെന്നൊന്നും ആരും പറയരുത് കേട്ടോ. കണ്ടില്ലേ, കർമ്മത്തി ഉണ്ടാക്കിക്കണേ, പയറുണ്ടാക്കിക്കണേ, മുളകുണ്ട്. കണ്ടില്ലേ, മുളകൊക്കെ താത്ത കുറേ അറുത്തക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഉള്ളത് ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ എല്ലാം കൂടി ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ പിന്നെ മുളകുണ്ട്, തുളസി ഉണ്ട്, പയറുണ്ട്, പിന്നെ ചേമ്പും ചേനയും ഒക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, കണ്ടില്ലേ. അപ്പുറത്തുണ്ട് കറിവേപ്പിൻ്റെ ഇല, ഞാൻ ആദ്യം കാണിച്ചില്ലേ, ഇത് ഇപ്പുറത്തുള്ള കറിവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ ലിച്ചിൻ്റെ മരമാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഇല്ലേ, ലിച്ചി, അതിൻ്റെ മരമാണിത്. അങ്ങനത്തെ 2 മരം ഉണ്ട് കേട്ടോ ഇവിടെ. കൂട്ടത്തിൽ കൂടി തന്നെ ചെടികളൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. പല ഐറ്റം ചെടികളും ഉണ്ട്. പക്ഷേ എല്ലാ ചെടിമുല്ലൊന്നും ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ. പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായെന്ന് വന്നുടേനാന്ന് പറഞ്ഞത് താത്തട്ടോ. ഞാൻ അപ്പോഴല്ലേ ഇറങ്ങിയത്. അപ്പോൾ ഇത് ലിച്ചിൻ്റെ മരം തന്നെയാണ് കേട്ടോ. അപ്പുറത്തൊന്നുണ്ട്, ഇപ്പുറത്തൊന്നുണ്ട്. മുളകും തൈ പിന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അടുക്കള ഭാഗത്തും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്, മുന്നിലും ഉണ്ട്, സൈഡിലും ഉണ്ട്. എല്ലായിടത്തും മുളകും തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു വെള്ള പൂവുണ്ടാവുന്ന ചെടിയാണ്. പൂക്കളൊന്നും ഇപ്പം ഇല്ല. ഇതൊക്കെ മുറ്റത്ത് തന്നെ ഇങ്ങനെ റോഡിൻ്റെ ഭാഗത്ത് വല കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുനാരങ്ങൻ്റെ തൈയാണ്. ചെറുനാരങ്ങയൊക്കെ വീട്ടിലുണ്ടായ ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്ന് പറിച്ചെടുത്താണ് വെള്ളം കലക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുട്ടികൾ കുറച്ചൊക്കെ പൂക്കളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളായിട്ട് പോയാൽ പിന്നെ അങ്ങനെയാണല്ലോ, താത്ത അങ്ങനെ നോക്കണ ചെടികളാണ്. അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ വീട് ഇതാണ് കേട്ടോ. അപ്പോൾ മേലേക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഴുവനായിട്ടില്ല. ഏകദേശം ചെറിയ രീതിയിലൊക്കെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കണേ. ഇനി ഒരുപാട് പണികളുണ്ട്. അപ്പോൾ പിന്നെ പൂള കണ്ടില്ലേ, പൂളൊക്കെ നമ്മൾ കുറേ സ്ഥലം ഉണ്ടെങ്കിൽ കുഴിച്ചിടുക. കണ്ടില്ലേ, കവറിൽ നിറച്ചിട്ടാണ് കേട്ടോ കുഴിച്ചിട്ടിരിക്കണത്. ചേമ്പുണ്ട്, ചേന ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വഴുതനങ്ങയൊക്കെ ഉണ്ട്. വഴുതനങ്ങ മണ്ണൊക്കെ താത്ത പറിച്ചെടുത്തിട്ടുണ്ട്. അയമൊന്നും ഇല്ല കാണാൻ മാത്രമൊന്നും. ഒക്കെ താത്ത എടുത്തുക്കണേ. എന്നാലും ഉള്ളത് കണ്ടില്ലേ, പൂളൊക്കെ കവറിൽ മണ്ണിറച്ചിട്ടാണ് കുഴിച്ചിട്ടിരിക്കണത്. ഞാൻ ആദ്യമായിട്ടോ പൂളൊക്കെ ഇങ്ങനെ കവറിൽ മണ്ണിറച്ച് കുഴിച്ചിടണത് കാണുന്നത്. ഇത് വലിയ കാക്കാൻ്റെ വീട്, മറ്റത് ചെറിയ കാക്കാൻ്റെ വീട് കേട്ടോ. രണ്ടും തായും മേലെയായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, അടുത്തടുത്താണ്. മറ്റേ ഞങ്ങൾ ഇളച്ചന്മാർ 3 ഞങ്ങൾ ഇവിടെ കേട്ടോ. അപ്പോൾ താത്ത കണ്ടില്ലേ വലയൊക്കെ ഇട്ട് വെച്ചിരിക്കണത്, കുട്ടികളൊക്കെ പറിച്ച് പോകണ്ടെന്ന് കരുതിയിട്ട്. കണ്ടില്ലേ, വഴുതനങ്ങ ഈ ഒരു മുട്ട് മാത്രമേ ഉള്ളൂ ഇതിമ്മ, അല്ലാത്തൊക്കെ താത്ത പറിച്ചെടുത്തിക്കണേ. നല്ല രസമാട്ടോ കാണാൻ. ചുറ്റുഭാഗത്തും ചെടികളായിട്ടും പച്ചക്കറികളായിട്ടൊക്കെ ഇങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗമുണ്ട്, നടുക്ക് വീടും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചീരമുളകാണ് ഇട്ടത്. ചീരമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗം ഞാൻ കാണിച്ചത് മൂത്തച്ഛൻ കാക്കാക്ക്
കാറ്ററിങ്ങിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം വെക്കൽ. അതൊന്ന് കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു തന്നു. കുട്ടികൾ വണ്ടിയിലൊക്കെ ആയിട്ട് കുറച്ച് നേരമൊക്കെ ഉരുട്ടി കളിച്ചു. ഞാൻ വൈകുന്നേരം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇറങ്ങിയാൽ പിന്നെ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കൽ കണക്കാട്ടോ. ബാങ്ക് കൊടുക്കാതെ ഈ ഇരുന്നിടത്ത് നിന്ന് അങ്ങോട്ട് നീച്ച് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അകത്ത് കുട്ടികൾ വണ്ടിമേലായിട്ടും ഒക്കെ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഞാൻ പോന്നപ്പോൾ എൻ്റെ ഇളച്ചൻ്റെ 2 കുട്ടികളും കൂടി എൻ്റെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ചോരുമ്മലൊക്കെ ഓരോന്ന് വരച്ച് വെച്ചേക്കണത് കുട്ടികളെ ഓരോരോ കലകളാണ് കേട്ടോ അതൊക്കെ. ഇത് പിന്നെ ഇവരുടെ വളർത്തു പൂച്ചയാണ് കേട്ടോ. ഇവിടെ തക്കുടു എന്നാണ് കേട്ടോ വിളിക്കലതിനെ. ആ കളിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വേറെ കളിമേൽ, കുട്ടികൾ പിന്നെ ഒരു കളിയിലൊന്നും ഉറച്ചു വെക്കൂലല്ലോ, പല കളികളായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളെ കളി ഞങ്ങൾ വർത്താനം പറയലൊക്കെ ആയപ്പോഴത്തേന് താത്ത പിന്നെ പോയിക്കാണ്ട് ചായയൊക്കെ കാച്ചിട്ടോ. അപ്പോൾ തേങ്ങ ചിരവണണ്ടില്ലേ, ഈ ഒരു ചിരവ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. നല്ല രസമല്ലേ? ഇങ്ങനത്തെ ചിരവ ആരെയും കണ്ടുവെക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെയുള്ള പണി ഉപ്പിലിട്ടതോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉപ്പിലിട്ടാണ് താത്ത എടുത്തത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ ആ കുപ്പി കയ്യിൽ കണക്കേക്കാരട്ടോ. അപ്പോൾ താത്ത പറഞ്ഞു അതൊക്കെ പിന്നെ തിന്ന് ഞങ്ങൾ ചായ അടിച്ചോളി എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പിന്നെ അത് മതിയല്ലോ, കുട്ടികളതൊക്കെ എടുത്തു. അപ്പം നല്ല ഔല് കുഴച്ചതും പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കൂട്ടത്തിൽ കൂടി ഇരുന്ന് കുടിച്ചാലൊക്കെ ഇപ്പോൾ എല്ലാവരും മറന്നിട്ടുണ്ടാവൂലേ. എല്ലാവരും ഒറ്റക്കൊറ്റക്കാവുമ്പോൾ ഇങ്ങനെ ഇല്ലല്ലോ, കുട്ടികളും മക്കളും എല്ലാവരും കൂടെ ഇപ്പോൾ അങ്ങനെ കൂട്ടുകുടുംബമൊക്കെ വളരെ കുറവല്ലേ. പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നാത്തൂന്മാരൊക്കെ വരുമ്പോഴും ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കൽ തന്നെയാണ്. അതൊരു രസം വേറെ തന്നെയാണ്. കണ്ടില്ലേ തക്കുടു അങ്ങനെ കിടക്കണ്, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ പോയാൽ മക്ക 2 മുത്തച്ഛന്മാരുടെ ഒന്ന് ഒപ്പിടണ്ടേ. അപ്പോൾ മേലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ ഇവിടെയും തന്നെ കുട്ടികളെ റൂമൊക്കെ കണ്ടില്ലേ, മൈ റൂം എന്നൊക്കെ എഴുതി നല്ല രസമാക്കിയിട്ട് കുട്ടികൾ ഫോട്ടോസൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്നങ്ങോട്ട് വീഡിയോ എടുത്തു. അപ്പോൾ താത്ത ചായ അച്ഛമ്മപ്പോൾ ചായ വേണ്ട അവിടുന്ന് കുടിച്ചില്ലേ എന്ന് പറഞ്ഞപ്പം പൂളപ്പൊരിയൊക്കെ എടുത്ത് കൈക്കൽ വാങ്ങാട്ടെ. ഇരുന്ന് തിന്നാനുള്ള ടൈമില്ല, നേരം കണ്ടില്ലേ ഇരുത്തിക്കണു. മരുവക്ക് വാങ്ങി കൊടുത്തിട്ട് കുറച്ച് സമയം അയക്കണേ. അപ്പോൾ പിന്നെ വേഗം പൂളപ്പൊരി തിന്നുകാണ്ട് അങ്ങനെ നടന്നു പോവാമെന്ന് കരുതിയിട്ട് ഞാൻ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്